ഹലോ, അടിച്ചു പൊളിച്ചല്ലേ അമീന? നന്നായി പാടിട്ടോ മോളോ. നന്നായി പാടി അല്ലേ? കമന്റ്സ് കേൾക്കാം അല്ലേ? പിന്നെ ഫോട്ടോ ഒന്ന് കാണിക്കോ, ഒന്ന് പൊക്കി കാണിക്കോ. ഇപ്പോഴത്തെ ഫോട്ടോ ആണോ, ഇന്നെടുത്ത ഫോട്ടോ ആണോ അത്? ഈ ഡ്രസ്സിലെടുത്ത ഫോട്ടോ അല്ലേ? അടിപൊളി. നല്ല വേറെ ഡ്രസ്സാണല്ലേ? കണ്ണിന് വയസ്സായതുകൊണ്ടാണ് കാണുന്നത്. അപ്പൊ നല്ല റിയാദിൽ ഒരുപാട് ഫാനുള്ള ആളാണല്ലേ? ഒരു പ്രശസ്ത ഗായകൻ, ഇവിടുത്തെ ഫാദർ ഗായകനാണ് ഷിജു കൊട്ടെങ്കിൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഒരുപാട് സന്തോഷം. അപ്പൊ ഈ പാട്ട് എന്ന് പറയുമ്പോൾ PS ഹമീദ് മലയാളത്തിൽ ഒരുപാട് പുണ്യം ചെയ്ത സംവിധായകരുണ്ട്. കാസർഗോഡ് PS ഹമീദ് ഷാ. അതെ, എന്ന് പറയട്ടെ. നമ്മുടെ കൊറോണയിൽ ഏറ്റവും വലിയ സങ്കടമുള്ള മരണം SPBയുടെ മരണമായിരുന്നു അല്ലേ? SP ബാലസുബ്രഹ്മണ്യം. അദ്ദേഹം മാപ്പിളപ്പാട്ടിൽ 2 പാട്ടാണ് പാടിയത്. ആ 2 പാട്ടും പാടിച്ചത് ഈ പാട്ട് എഴുതി ട്യൂൺ ചെയ്ത PS ഹമീദ് എന്ന് പറയുന്ന PS ഹമീദൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ്, അതായത് കാരണം ഒരു പാരമ്പര്യമുണ്ട്. ഇപ്പോൾ അദ്ദേഹം പാട്ട് ഗായകൻ്റെ മോളാണ്. എല്ലാത്തിനും ഒരു പാരമ്പര്യം. ഇനി പാരമ്പര്യം വേണമെന്നില്ല, അതിനൊരു ഇഷ്ടമുണ്ട്, ഒരു താല്പര്യമുണ്ട്. ഈ ഹമീദ് PS ഹമീദിൻ്റെ ഉപ്പ എന്ന് പറയുന്നത് നമുക്കൊരുപാട് മാപ്പിളപ്പാട്ടിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാല എന്ന് പറയുന്ന കിസ്സപ്പാട്ട്, നമ്മൾ താഴ്ന്ന് മുകളിലേക്ക് മറിക്കുന്ന മാല. അതുപോലെ മാണിക്യമാല എന്ന് പറയുന്ന അറബി മലയാളത്തിലുള്ള ഒരു ഗ്രന്ഥം എഴുതിയത് അദ്ദേഹത്തിൻ്റെ പിതാവ് P. സീതി കുഞ്ഞി മാസ്റ്ററായിരുന്നു. അപ്പം അങ്ങനെ വലിയൊരു സംഗീത പാരമ്പര്യമുള്ള, പാട്ട് പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നുണ്ടായ ഒരു പാട്ടാണ്. ആ പാട്ട് മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ പാട്ടിലൊക്കെ ചെറിയ, അത് ആര് പാടിയാലും ഉണ്ടാവും അല്ലേ? ഇപ്പം ഞാൻ പാടിയാലും ഉണ്ടാവില്ലേ, ബെൻസീറ പാടിയുണ്ട്, ഹിബ പാടിയാലും ഉണ്ടാവില്ലേ? ആര് പാടിയാലും ഈ പ്രശ്നമൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒരു പ്രശ്നമാണോ ഇത്രയും ഫാനുള്ള നാട്ടിലല്ലേ? അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. എന്നാലും നന്നായിട്ട് പാടിയിട്ടുണ്ട്. എല്ലാ പരിപാടിക്കും പാടണം കേട്ടോ, അല്ലേ? പാടില്ലേ? സൂപ്പർ.